വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്കും ഗ്രാമർ അത്യാവശ്യം നന്നായി അറിയുന്നവർക്കും എല്ലാം യൂസ്ഫുൾ ആവുന്ന ഒന്നാണ്. ലോങ് സെൻറ്റൻസസ് നിർമ്മിക്കുമ്പോൾ ടെൻസ് തെറ്റിപ്പോകുമോ എന്ന് പേടി നമുക്ക് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ലോങ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ക്ലോസസ് ഉള്ള സെൻറ്റൻസസ്. ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ ഒന്നിലധികം ക്ലോസസ് വരുമ്പോൾ അതിലെല്ലാത്തിലും ഒരേ ടെൻസ് തന്നെ യൂസ് ചെയ്യണോ, അതോ നമുക്ക് ഇഷ്ടമുള്ള ടെൻസസ് യൂസ് ചെയ്യാൻ സാധിക്കുമോ? ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഉള്ള ആൻസറാണ് ഇന്നത്തെ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്ലോസസ് എന്താണെന്ന് നോക്കുക. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ക്ലോസ്? ക്ലോസ് എന്ന് പറയുമ്പോൾ സ്വന്തമായി സബ്ജക്റ്റും വെർബും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും, മീനിങ് കംപ്ലീറ്റ് ആയിരിക്കും. ഒരു സെന്റൻസിൽ ഒരു ക്ലോസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നിലധികം ക്ലോസസ് ഉണ്ടായിരിക്കാം. എല്ലാ ക്ലോസും സെന്റൻസ് അല്ല, പക്ഷെ ഒരു സെന്റൻസിൽ ഒരു ക്ലോസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഈ എക്സാമ്പിൾ നോക്കൂ. രൂപ ഈസ് എ ഡോക്ടർ. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, രൂപയാണ് സബ്ജക്റ്റ്. വെർബുണ്ട് ഈസ്. രൂപ ഒരു ഡോക്ടറാണ്. ഇതാണ് ഈ സെന്റൻസിനർത്ഥം. ഇത് മീനിങ് കംപ്ലീറ്റ് ആണ്. ഇതിന് സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. പിന്നെ അതിനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എ ഡോക്ടർ എന്നൊരു നൗൺ ഫ്രേസും അവിടെ വന്നിട്ടുണ്ട്. ഇതൊരു ക്ലോസ് ആണ്, ഇതൊരു സെന്റൻസും ആണ്. ഐ ആം എ ടീച്ചർ. ഇവിടെയും ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഐ ആണ് സബ്ജക്റ്റ്, ആം ആണ് വെർബ്. പിന്നെ ഞാൻ എന്താണെന്ന് പറയുന്ന ആ ഒരു കോംപ്ലിമെന്റ്, സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഈ എക്സാമ്പിൾസിൽ ഡോക്ടർ, ടീച്ചർ ഇതൊന്നും ഒബ്ജക്ട്സ് അല്ല, ഇതെല്ലാം സബ്ജക്റ്റ് കോംപ്ലിമെന്റ്സ് ആണ്. സബ്ജക്റ്റ് എന്താണ് എന്നാണ് പറയുന്നത്. ഐ ആം എ ടീച്ചർ എന്നതും ക്ലോസ് ആണ്, അതൊരു സെന്റൻസും ആണ്. മീനിങ് കംപ്ലീറ്റ് ആണ്, തനിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണത്. ദേ ആർ വെയിറ്റിംഗ്. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ദേ ആണ് സബ്ജക്റ്റ്. വെർബ് ഉണ്ട്, ആർ വെയിറ്റിംഗ്, അതാണ് വെർബ്. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് അതൊന്നുമില്ല. ഇതും ക്ലോസ് ആണ്, ഇതും ഒരു സെന്റൻസ് ആണ്. അതായത് ഒരു സെന്റൻസിൽ നമുക്ക് മിനിമം ഒരു ക്ലോസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ക്ലോസിൽ എപ്പോഴും ഒരു വെർബും ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കും. ഒരു ക്ലോസിൽ ഒന്നിലധികം വെർബ്സ് ഉണ്ടായിരിക്കില്ല. ഒരു ക്ലോസിൽ ഒറ്റ വെർബേ ഉണ്ടാവാൻ സാധിക്കും. ഒരു സെന്റൻസിനകത്ത് രണ്ടോ അതിൽ കൂടുതലോ ക്ലോസസ് ഉണ്ടാവും. എത്ര ക്ലോസ് ആവാം എന്നതിന് കണക്കൊന്നുമില്ല. പക്ഷെ നോർമലി നമ്മൾ 3 ക്ലോസിലധികം വരുന്ന സെന്റൻസസ് ഒരുപാട് ലെങ്തി ആവും. അത് നമുക്ക് എഴുതാനും ബുദ്ധിമുട്ട്, വായിക്കുന്നവർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത്തരം സെന്റൻസസ് പൊതുവെ അങ്ങനെ ആരും എഴുതാറില്ല. മാക്സിമം 3 ക്ലോസ്, അതിനപ്പുറം നോർമലി ആളുകൾ പോവാറില്ല. പിന്നെ അത്രയധികം ഗ്രാമർ എല്ലാം അറിയുന്നവർക്ക്, നന്നായി എഴുതാനെല്ലാം കഴിയുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലെങ്തിയായ സെന്റൻസസ് എഴുതാം. പക്ഷെ സാധാരണ നമ്മളെല്ലാവരും 2 or 3 ക്ലോസ് വരുന്ന സെന്റൻസസ് ആണ് നിർമ്മിക്കുക. ഒരു ക്ലോസ് മാത്രമുള്ള സെന്റൻസിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക സിമ്പിൾ സെന്റൻസ് എന്നാണ്. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സെന്റൻസസിന് നമ്മൾ കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയും. അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകൾ പഠിക്കാം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ 3 സെന്റൻസസും ക്ലോസസിന് എക്സാമ്പിൾസ് ആണ്. ഇവ സെന്റൻസും ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വി വെന്റ് ഔട്ട്. ഞങ്ങൾ പുറത്തു പോയി. സബ്ജക്റ്റ് ഉണ്ട്, വി ആണ് സബ്ജക്റ്റ്. വെർബ് ഉണ്ട്, വെന്റ് ആണ് വെർബ്. വി വെന്റ് ഔട്ട് എന്നത് ഒരു ക്ലോസ് ആണ്, അതൊരു സെന്റൻസും ആണ്. അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്, അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. ദോ ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ഇറ്റ് ആണ് സബ്ജക്റ്റ്. വെർബ് ഉണ്ട്, വാസ് റെയിനിങ് ആണ് വെർബ്. ദോ ഇറ്റ് വാസ് റെയിനിങ് എന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ മീനിങ് കംപ്ലീറ്റ് ആണോ? മീനിങ് ഉണ്ട്, പക്ഷെ മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ എന്ത് സംഭവിച്ചു എന്ന് കൂടി നമ്മൾ പറയണം. അതായത് ഇതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല. സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ കൂടി കുറച്ചൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഈ ക്ലോസിനോട് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനൊരു സെന്റൻസ് ആവാൻ സാധിക്കൂ. പക്ഷെ നമ്മൾ ആ ദോ എന്ന കൺജങ്ഷൻ അതിൽ നിന്ന് മാറ്റുകയാണെങ്കിലോ, അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ഇറ്റ് വാസ് റെയിനിങ് ആണ്. അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്, അതിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. മീനിങ് കംപ്ലീറ്റ് ആണ്, അതിൽ തനിച്ച് നിൽക്കാൻ സാധിക്കും. ആ ദോ എന്ന കൺജങ്ഷൻ ആ ക്ലോസിനോട് കൂടി വരുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ലാതാവുന്നുണ്ട്, അതിന് തനിച്ച് നിൽക്കാൻ പറ്റാതാവുന്നു. ഇത്തരം ക്ലോസസിന് നമ്മൾ ഗ്രാമറിൽ പറയുക സബോർഡിനേറ്റ് ക്ലോസസ് എന്നാണ്. ഇതിൽ വി വെന്റ് ഔട്ട് എന്നത് മെയിൻ ക്ലോസ് ആണ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതിന് തനിച്ച് നിൽക്കാനാവും. അതിൽ നമുക്ക് കൺജങ്ഷൻ ഒന്നും കാണുന്നില്ല. ഇങ്ങനെ തനിച്ച് നിൽക്കാൻ കഴിയുന്ന ക്ലോസസിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ്, മെയിൻ ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നെല്ലാം പറയുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് ഇവിടെ സൗകര്യത്തിന് വേണ്ടി മെയിൻ ക്ലോസ് എന്ന് മാത്രം പറയാം. ഇനി തനിച്ച് നിൽക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ, ഹു, വിച്ച്, ദാറ്റ്, ഹൂം, ഇതെല്ലാം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസിന് നമ്മൾ ഗ്രാമറിൽ പറയുക സബോർഡിനേറ്റ് ക്ലോസസ് എന്നാണ്.
സബോർഡിനേറ്റ് ക്ലോസസിന് ഒരിക്കലും തനിച്ച് നിൽക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും അതിനെ ഒരു മെയിൻ ക്ലോസിനോട്, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനോട് ആഡ് ചെയ്യണം. നമുക്കിത് ഇങ്ങനെ പറയാം. ഇത് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. വി വെന്റ് ഔട്ട് ദോ ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തുപോയി. ഇവിടെ നമ്മൾ ഈ രണ്ട് ക്ലോസസിനെ, വി വെന്റ് ഔട്ട് എന്ന ക്ലോസിനെയും ഇറ്റ് വാസ് റെയിനിങ് എന്ന ക്ലോസിനെയും കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് ദോ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട്. ദോ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസിന് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസസ് എന്നാണ് പറയുക. അവയ്ക്ക് തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. പക്ഷെ ആ കൺജങ്ഷൻ അതിൽ നിന്ന് എടുത്തു മാറ്റിയ ആ ക്ലോസ് ഇൻഡിപെൻഡന്റ് തന്നെയായി. ദോ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺട്രാസ്റ്റിംഗ് ആയ, അതായത് പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങളെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ പൊതുവെ പുറത്തു പോവാറില്ല. അത്യാവശ്യം ഇല്ലെങ്കിൽ എല്ലാവരും വീട്ടിനകത്തിരിക്കാനാണ് പ്രിഫർ ചെയ്യുക. പക്ഷെ ഇവിടെ പറയുന്നത് മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തുപോയി എന്നാണ്. ഈ ഐഡിയാസ് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ദോ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ പുറത്തു പോയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയാം. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയില്ല. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതെങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയി നടന്നിരുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയില്ല. മഴ പെയ്യുന്ന കാരണമാണ് ഞങ്ങൾ പുറത്തു പോവാതിരുന്നത്. ഞങ്ങൾ പുറത്തു പോയില്ല. വി ഡിഡിൻ ഗോ ഔട്ട്. ഇതാണ് നമ്മളുടെ രണ്ട് ക്ലോസസ്. ഇറ്റ് വാസ് റെയിനിങ്, വി ഡിഡിൻ ഗോ ഔട്ട്. വി വെന്റ് ഔട്ട് എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ ഗോ ഔട്ട് എന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. വി ഡിഡിൻ ഗോ ഔട്ട്, ഇറ്റ് വാസ് റെയിനിങ്. ഇത് രണ്ട് ക്ലോസസ് ആണ്. നമുക്കിതിനെ കമ്പൈൻ ചെയ്യാം. മഴ പെയ്യുന്നത് കാരണമാണ് പുറത്തു പോവാതിരുന്നത്. നേരത്തെ പറഞ്ഞത് മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തു പോയിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ദോ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്ത്. ഇവിടെ നമുക്കൊരു കാരണമാണ് സൂചിപ്പിക്കേണ്ടത്. മഴ പെയ്യുന്ന കാരണമാണ് പുറത്തു പോവാതിരുന്നത്. നമുക്കിവിടെ പല കൺജങ്ഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് ആസ് ഉപയോഗിക്കാം, നമുക്ക് ബിക്കോസ് ഉപയോഗിക്കാം, നമുക്ക് സോ ഉപയോഗിക്കാം. നമുക്കിതിനെ ഇങ്ങനെയെല്ലാം എഴുതാം. ആസ് ഇറ്റ് വാസ് റെയിനിങ്, വി ഡിഡിൻ ഗോ ഔട്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ പുറത്തു പോയില്ല. ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? ആസ് ഇറ്റ് വാസ് റെയിനിങ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. എപ്പോഴും ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. വി ഡിഡിൻ ഗോ ഔട്ട് എന്നത് മെയിൻ ക്ലോസ് ആണ്. അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. ആസ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസ് പൊതുവെ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് വരിക. നമുക്കിതിനെ ബിക്കോസ് ഉപയോഗിച്ചും പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. വി ഡിഡിൻ ഗോ ഔട്ട് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ബിക്കോസ് ഉപയോഗിക്കുന്ന ക്ലോസസ് പൊതുവെ മെയിൻ ക്ലോസിന് ശേഷമാണ് വരാറ്. രണ്ടാമത്തെ സെന്റൻസിലെ മെയിൻ ക്ലോസ് വി ഡിഡിൻ ഗോ ഔട്ട് തന്നെയാണ്. അതിലത്തെ സബോർഡിനേറ്റ് ക്ലോസ് ആണ് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്നത്. ബിക്കോസ് ക്ലോസസിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വെക്കാം, പക്ഷെ അത് അൺകോമൺ ആണ്. പൊതുവെ അത് മെയിൻ ക്ലോസിന് ശേഷമാണ് വരിക. ആസ് ക്ലോസസ് ആവുമ്പോൾ അത് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് സാധാരണ വരാറ്. നമുക്ക് ഇതേ ഐഡിയ തന്നെ സോ ഉപയോഗിച്ചും എക്സ്പ്രസ് ചെയ്യാം. ആസും ബിക്കോസും റീസൺ ആണ് കാണിക്കുന്നത്, സോ അതിന്റെ റിസൾട്ട് ആണ് കാണിക്കുന്നത്. ഈ മൂന്ന് കൺജങ്ഷൻസും തെറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സോ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയാം. ഇറ്റ് വാസ് റെയിനിങ്, സോ വി ഡിഡിൻ ഗോ ഔട്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയില്ല. ഇവിടെ ഇറ്റ് വാസ് റെയിനിങ് ആണ് മെയിൻ ക്ലോസ്. സോ വി ഡിഡിൻ ഗോ ഔട്ട് എന്നത് സബോർഡിനേറ്റ് ക്ലോസ് അല്ല. സോ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അല്ല. സോ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അതായത് ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയില്ല, അതാണ് ആ ക്ലോസിനർത്ഥം. ഇറ്റ് വാസ് റെയിനിങ്, സോ വി ഡിഡിൻ ഗോ ഔട്ട്. സോ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ആ റിസൾട്ട് അല്ലെങ്കിൽ ഇഫക്റ്റ് എന്തോ അതിന് മുന്നിലാണ്. ആസും ബിക്കോസും നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം എന്തോ അതിന് മുന്നിലാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് പുറത്തു പോവാതിരുന്നത്. അപ്പോൾ ആസും ബിക്കോസും നമ്മൾ ഉപയോഗിച്ചത് മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന ക്ലോസിന് മുന്നിലാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന അതിന്റെ റിസൾട്ട്, അതായത് ഞങ്ങൾ പുറത്തു പോയില്ല, അതാണ് റിസൾട്ട്. അതിന് മുന്നിലാണ് നമ്മൾ സോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിലെ മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമല്ലോ. അത് കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായ ടെൻസസ് ഉപയോഗിച്ച് വലിയ വലിയ സെന്റൻസസ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷൻ ആണ്. എപ്പോഴും കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ആസ്, സിൻസ്, ബിക്കോസ്, ഈഫ്, അൺലെസ്, വെദർ, ബിഫോർ, ആഫ്റ്റർ, ദോ, ഓൾദോ, ഈവൻ ദോ, ഈവൻ ഇഫ്, അൺടിൽ, വെൻ, വൈൽ, ഇതെല്ലാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഈ കൺജങ്ഷൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസ് എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസസ് ആയിരിക്കും. അതുപോലെ തന്നെ റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസും സബോർഡിനേറ്റ് ക്ലോസസ് ആണ്. റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക WH ക്വസ്റ്റ്യൻ വേർഡ്സും നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ആയും യൂസ് ചെയ്യും. ഹു, ഹും, വിച്ച്, ദാറ്റ്, ഹൂസ്, ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഇത്തരം റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസും സബോർഡിനേറ്റ് ക്ലോസസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കൺജങ്ഷനോ
റിലേറ്റീവ് പ്രൊനൗണോ ഒന്നും കാണില്ല. അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആയിരിക്കും, അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് ഓണസ്റ്റ്, അവൻ സത്യസന്ധനാണ്. ഐ അഡ്മയർ ഹിം, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു. അവൻ സത്യസന്ധനായതുകൊണ്ടാണ് ഞാൻ അവനെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുക. നമുക്ക് ഇതിനെ ഇവിടെ രണ്ട് ക്ലോസസ് ഉണ്ട്. ഹി ഈസ് ഓണസ്റ്റ് എന്നതൊരു ക്ലോസ് ആണ്, അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഐ അഡ്മയർ ഹിം എന്നതും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ക്ലോസിനെയും കമ്പൈൻ ചെയ്യാം. നമ്മളതിന് ഉപയോഗിക്കുന്നത് നമുക്ക് ബിക്കോസ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക? ഐ അഡ്മയർ ഹിം ബിക്കോസ് ഹി ഈസ് ഓണസ്റ്റ്. ഐ അഡ്മയർ ഹിം ബിക്കോസ് ഹി ഈസ് ഓണസ്റ്റ്. ഇപ്പോഴോ ബിക്കോസ് ഈസ് ഓണസ്റ്റ് എന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയി മാറി. കാരണം ബിക്കോസ് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഐ അഡ്മയർ ഹിം എന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. ബിക്കോസ് ഈസ് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവൻ സത്യസന്ധനായതിനാൽ. മീനിങ് കംപ്ലീറ്റ് ആണോ? അല്ല. ഹീസ് ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആണ്, അവൻ സത്യസന്ധനാണ്. പക്ഷെ ആ ബിക്കോസ് അവിടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായി മാറി? അവൻ സത്യസന്ധനായതിനാൽ എന്നൊരു മീനിങ് വന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അഡീഷണലായി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവൂ. അതായത് ബിക്കോസ് ഈസ് ഓണസ്റ്റ് എന്ന ക്ലോസിന് തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. ബിക്കോസിനെ അതിന് എടുത്ത് മാറ്റിയാൽ തനിച്ച് നിൽക്കാൻ സാധിക്കും, പക്ഷെ ബിക്കോസ് അവിടെ ഉണ്ടാവുമ്പോൾ അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെന്റൻസിനകത്ത് മിനിമം ഒരു ക്ലോസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ക്ലോസിൽ ഒരു വെർബാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് എത്ര ക്ലോസ് ഉണ്ടോ എന്നറിയാൻ ആ സെന്റൻസിനകത്ത് എത്ര വെർബ് ഉണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് നിങ്ങൾക്ക് 3 വെർബ്സ് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ 3 ക്ലോസ് ഉണ്ട് എന്നാണ്. 2 വെർബേ കാണുന്നുള്ളൂ എങ്കിൽ അതിനർത്ഥം അതിൽ 2 ക്ലോസ് മാത്രമേ ഉള്ളൂ. ഇനി ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. ഇൻ സ്പൈറ്റ് ഓഫ് ട്രൈങ് ഹാർഡ് ദേ കുഡ് നോട്ട് വിൻ. ഇതിൽ എത്ര ക്ലോസ് ഉണ്ട്? എത്ര വെർബുണ്ട്? കുഡ് നോട്ട് വിൻ അതൊരു വെർബാണ്. ട്രൈങ്ങോ? ട്രൈങ് വെർബാണോ? ING ഫോം ആണ്. ING ഫോംസ് വെർബ്സ് ആണ് എന്നാണ് നമ്മൾ പൊതുവെ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെയോ? ഇവിടെ അത് വെർബാണോ? ING ഫോം വെർബ് ആവുന്നത് അതിന് മുന്നിൽ ഈസ്, ആം, ആർ, വാസ്, വെർ അല്ലെങ്കിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ ഇതുപോലത്തെ ഏതെങ്കിലും പ്രൈമറി ഓക്സിലറീസ് വരുമ്പോൾ മാത്രമാണ്. തനിച്ച് നിൽക്കുന്ന ING ഫോംസ് വെർബ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് തനിച്ച് നിൽക്കുന്ന ING ഫോംസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ട്രൈങ് ഹാർഡ് എന്ന എക്സ്പ്രഷൻ ഒരു ക്ലോസ് അല്ല, അതൊരു ഫ്രേസ് ആണ്. കാരണം അതൊരു ക്ലോസ് ആവണമെങ്കിൽ അതിനകത്ത് ഒരു ഫൈനൈറ്റ് വെർബ് ഉണ്ടാവണമായിരുന്നു. വെർബ്സിനെ നമുക്ക് 2 ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ഫൈനൈറ്റ് വെർബ്സ്, നോൺ ഫൈനൈറ്റ് വെർബ്സ്. നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നതാണ് ജെറൻസ്, ING ഫോംസ് ആണത്. പാർട്ടിസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ING ഫോം ആവാം അല്ലെങ്കിൽ V3 ആവാം. അതുപോലെ തന്നെ ടു ഇൻഫിനിറ്റീവ്. ഇങ്ങനെ 4 തരത്തിലുള്ള വെർബ്സിന് നമ്മൾ നോൺ ഫൈനൈറ്റ്സ് എന്ന് പറയും. നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉപയോഗിച്ച് നമുക്ക് സെന്റൻസസോ ക്ലോസസോ നിർമ്മിക്കാൻ സാധിക്കില്ല. ഫൈനൈറ്റ് വെർബ് ഉപയോഗിച്ച് മാത്രമേ നമുക്കൊരു ക്ലോസ് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. തന്നിട്ടുള്ള ഈ സെന്റൻസിൽ ഇൻസ്പൈറ്റ് ഓഫ് ട്രൈങ് ഹാർഡ് എന്നത് ഒരു ക്ലോസ് അല്ല, അതിൽ ഒരു ഫൈനൈറ്റ് വെർബ് ഇല്ല. ട്രൈങ് എന്നത് ഒരു ING ഫോം ആണ്. തനിച്ച് നിൽക്കുന്ന ING ഫോംസ് ഒരിക്കലും ഫൈനൈറ്റ് വെർബ്സ് അല്ല. ING ഫോംസ് ഫൈനൈറ്റ് ആവണമെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഈസ്, ആം, ആർ അങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ആ ഓക്സിലറി വെർബ്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രൈങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നോൺ ഫൈനൈറ്റ് വെർബാണ്. ദേ കുഡ് നോട്ട് വിൻ എന്നതാണ് ഇതിലെ ക്ലോസ്. മറ്റത് ഇൻസ്പൈറ്റ് ഓഫ് ട്രൈങ് ഹാർഡ് എന്നത് ഒരു അഡ്വർബ് ഫ്രേസ് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ ക്ലോസേ ഉള്ളൂ ഈ സെന്റൻസിൽ. സെന്റൻസ് ലെങ്തി ആയി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇതിനകത്ത് ആകെ ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി നമുക്ക് ഫൈനൈറ്റ് വെർബ്സ് എന്താണ്, നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്താണ് എന്നുകൂടി ബ്രീഫായി ഒന്ന് നോക്കാം. ഈ സെന്റൻസസ് നോക്കൂ. ഐ എൻജോയ് സിംഗിങ്, എനിക്ക് പാടുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാനത് ആസ്വദിക്കുന്നു. ഇവിടെ എൻജോയ് എന്ന വെർബിന്റെ കൂടെ നമ്മൾ എസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം സബ്ജക്റ്റ് ഐ ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഷീ എൻജോയ് സിംഗിങ് എന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് ഷീ ആണ്, അത് കാരണം എൻജോയ് എന്ന വെർബിന്റെ കൂടെ നമ്മളൊരു എസ് ആഡ് ചെയ്തു. സിംഗിങ് എന്ന ING ഫോമിന്റെ കൂടെയോ അതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ സബ്ജക്റ്റ് മാറുമ്പോൾ? ഇല്ല. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ സിംഗിങ് എന്ന് തന്നെയാണ് പറഞ്ഞത്, രണ്ടാമത്തെ സെന്റൻസിലും നമ്മൾ സിംഗിങ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ സെന്റൻസിലോ ദേ എൻജോയ് സിംഗിങ്. ഇപ്പോൾ നമ്മൾ എൻജോയ് എന്ന വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടില്ല, കാരണം സബ്ജക്റ്റ് ദേ ആണ്, അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ, പ്ലൂറൽ നൗണോ പ്രൊനൗണോ ആവുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യാറില്ല. നാലാമത്തെ സെന്റൻസിലോ രാജു എൻജോയ്ഡ് സിംഗിങ്.
ഇവിടെ നമ്മൾ എൻജോയ് എന്ന വെർബ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, മറിച്ച് അതിന്റെ V2 ആയ എൻജോയ്ഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർത്ത് സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിംഗിങ് എന്ന വെർബിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. ഇങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച് ടെൻസിനനുസരിച്ച് രൂപം മാറുന്ന വേർബ്സ് ആണ് ഫൈനൈറ്റ് വേർബ്സ്. അപ്പോൾ ഈ തന്ന എക്സാമ്പിൾസിൽ എൻജോയ് ഒരു ഫൈനൈറ്റ് വെർബാണ്, സിംഗിങ് അതൊരു നോൺ ഫൈനൈറ്റ് വെർബാണ്. ഇവിടെ ആക്ച്വലി എൻജോയ് എന്ന വെർബിന്റെ എന്താ എൻജോയ് ചെയ്യുന്നത്? പാടുന്നതാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻജോയ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ സിംഗിങ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒബ്ജക്റ്റ് ആയി ഒരു വെർബിന്റെ ഒബ്ജക്റ്റോ സബ്ജക്റ്റോ ആയി ING ഫോംസ് വരുമ്പോൾ നമ്മൾ അതിന് ജെറണ്ട് എന്നാണ് പറയും. ജെറണ്ട് എന്നോ വെർബൽ നൗൺ എന്നോ എല്ലാം പറയും. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കും. സിംഗിങ് ഇവിടെ ഒരു നോൺ ഫൈനൈറ്റ് വെർബാണ്. എൻജോയ് ആണ് ഫൈനൈറ്റ് വെർബ്. നോൺ ഫൈനൈറ്റ് വെർബ്സിന് സബ്ജക്റ്റ് എന്ത് തന്നെയായാലും ടെൻസ് എന്ത് തന്നെയായാലും അവയ്ക്ക് ഒരു രൂപമാറ്റവും സംഭവിക്കില്ല. അവ അങ്ങനെ തന്നെ നിൽക്കും. നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലോസസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഐ എൻജോയ് സിംഗിങ് എന്ന ആ സെന്റൻസിനകത്ത് ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ ക്ലോസേ ഉള്ളൂ. എൻജോയ് ആണ് ഇവിടുത്തെ ഫൈനൈറ്റ് വെർബ്, സിംഗിങ് ഇവിടെ നോൺ ഫൈനൈറ്റ് വെർബാണ്. നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഫൈനൈറ്റ് വെർബ്സ് ഒരു സെന്റൻസിൽ എത്രയുണ്ട് അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് 2 ഫൈനൈറ്റ് വെർബ് ഉണ്ട്, 3ഓ അതിൽ കൂടുതലോ ഒക്കെ നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആകെ 2 ക്ലോസേ ഉള്ളൂ. ഫൈനൈറ്റ് വെർബ്സ് യൂസ് ചെയ്തിട്ട് വേണം ക്ലോസ് നിർമ്മിക്കാൻ. അപ്പോൾ ഈ തന്നിട്ടുള്ള എക്സാമ്പിൾസിലെല്ലാം ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, എൻജോയ് അല്ലെങ്കിൽ എൻജോയ്ഡ്, അതാണ് ഇവിടുത്തെ ഫൈനൈറ്റ് വെർബ്. സിംഗിങ് ഒരു നോൺ ഫൈനൈറ്റ് ആണ്. സബ്ജക്റ്റിന് രൂപമാറ്റം വന്നാലോ വെർബിന്റെ ടെൻസ് മാറിയാലോ ഒന്നും നോൺ ഫൈനൈറ്റ് വെർബ്സിന് യാതൊരു തരത്തിലുള്ള മാറ്റവും വരില്ല. വേറെ ചില എക്സാമ്പിൾ കൂടി നോക്കാം. ഐ നീഡ് ടു ഗോ, സബ്ജക്റ്റ് ഐ, വെർബ് നീഡ്. ടു ഗോ എന്താണ്? അതൊരു ഫൈനൈറ്റ് വെർബാണോ? നമുക്ക് നോക്കാം. ഷീ നീഡ്സ് ടു ഗോ. രണ്ടാമത്തെ സെന്റൻസിൽ സബ്ജക്റ്റ് ഷീ ആണ്, സിംഗുലർ പ്രിനോൺ ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നീഡ് എന്ന വെർബിന്റെ കൂടെ നമ്മളൊരു എസ് ആഡ് ചെയ്തു, കാരണം സബ്ജക്റ്റ് ഒരു സിംഗുലർ പ്രിനോൺ ആണ്. ടു ഗോ എന്ന ആ എക്സ്പ്രഷൻ എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ദേ നീഡ് ടു ഗോ. ഇവിടെ നമ്മൾ നീഡ് എന്ന വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തില്ല, കാരണം സബ്ജക്റ്റ് ദേ ആണ്. ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ടു ഗോ എന്ന വെർബിന് ഒരു വ്യത്യാസവും ഇവിടെയും വന്നിട്ടില്ല. വി നീഡഡ് ടു ഗോ. ഫോർത്ത് സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അത് കാരണം നമ്മൾ നീഡ് എന്ന വെർബിന് പകരം നമ്മൾ നീഡഡ് ആണ് യൂസ് ചെയ്തത്. ടു ഗോ എന്ന ആ വെർബിന് ഇപ്പോഴും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഈ സെന്റൻസിൽ നീഡ് ഒരു ഫൈനൈറ്റ് വെർബാണ്, കാരണം അതിന്റെ രൂപം സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും മാറുന്നുണ്ട്. ടു ഗോ എന്നത് ഒരു ഇൻഫിനിറ്റീവ് ആണ്, അതൊരു ടു ഇൻഫിനിറ്റീവ് ആണ്, അതൊരു നോൺ ഫൈനൈറ്റ് വെർബാണ്. സബ്ജക്റ്റ് എന്ത് തന്നെയായാലും ടെൻസ് എന്ത് തന്നെയായാലും അതിൻ്റെ രൂപത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. എല്ലാ സെൻറ്റൻസിലും നമ്മൾ യൂസ് ചെയ്തത് ടു ഗോ തന്നെയാണ്. ടു ഗോ അത് കാരണം ഒരു നോൺ ഫൈനൈറ്റ് വെർബാണ്. അതിൻ്റെ പേര് ടു ഇൻഫിനിറ്റീവ് എന്നാണ്. ഇങ്ങനെ ടു ഇൻഫിനിറ്റീവ്സ്, ജെറൻസ്, പ്രസന്റ് പാർട്ടിസിപ്പിൾസ്, ജെറൻസും പ്രസന്റ് പാർട്ടിസിപ്പിൾസും ING ഫോംസ് ആണ്. അവരുടെ ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഒരു ING ഫോമിനെ കണ്ടു കഴിയുമ്പോൾ അത് ജെറൻഡ് ആണോ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന് അറിയാൻ അത് ആ സെന്റൻസിൽ എന്ത് റോളാണ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അത് നൗൺ പോലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ജെറൻഡ് ആണ്. അതായത് അത് വെർബിന്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ടാണ് ING ഫോം വന്നിട്ടുള്ളതെങ്കിൽ അത് ജെറൻഡ് ആണ്. മറിച്ച് അതൊരു അഡ്ജക്റ്റീവ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് ഈസ്, ആം, ആർ അതുപോലത്തെ വേർബ്സിന് ശേഷമാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 അതും നോൺ ഫൈനൈറ്റ് വേർബ്സ് ആണ്. പാസ്റ്റ് V3 ഹാസിനും ഹാവിനും ശേഷം വരുമ്പോൾ അത് ഫൈനൈറ്റ് വെർബായി മാറും. പക്ഷെ തനിച്ച് നിൽക്കുന്ന ING ഫോംസും V3യും അത് നോൺ ഫൈനൈറ്റ് വേർബ്സ് ആണ്. എപ്പോഴും അത് ശ്രദ്ധിക്കുക. ING ഫോംസിന് മുന്നിൽ നമുക്ക് ഈസ്, ആം, ആർ, വാസ്, വേർ അല്ലെങ്കിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഇതുപോലത്തെ എന്തെങ്കിലും വെർബ് വേണം, ഒരു പ്രൈമറി ഓക്സിലറി വേണം, എങ്കിൽ മാത്രമേ അത് ഫൈനൈറ്റ് വെർബ് ആവും. അതുപോലെ തന്നെ V3ക്ക് മുന്നിൽ ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 പ്രൈമറി ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്ന് V3ക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ V3 ഒരു ഫൈനൈറ്റ് വെർബായി മാറുന്നത്. തനിച്ച് നിൽക്കുമ്പോൾ ING ഫോംസ് ആയാലും ശരി V3 ആയാലും അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും ശരി അവർ നോൺ ഫൈനൈറ്റ് വെർബ്സ് ആണ്. നോൺ ഫൈനൈറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലോസസ് നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് എത്ര ക്ലോസ് ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾ നോക്കേണ്ടത് അതിനകത്ത് എത്ര ഫൈനൈറ്റ് വെർബ് ഉണ്ട് എന്നതാണ്, എത്ര നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് കാര്യമില്ല. റീഡിംഗ് ഈസ് ഹിസ് ഫേവറേറ്റ് ആക്ടിവിറ്റി. ഇവിടെ റീഡിംഗ് ഒരു ING ഫോം ആണ്. ഇത് വെർബാണോ? അല്ല. ഇവിടെ അത് ഈസ് എന്ന വെർബിന്റെ സബ്ജക്റ്റ് ആയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ജെറൻഡ് ആണ്. ING ഫോംസ് സബ്ജക്റ്റ് ആയോ ഒബ്ജക്റ്റ് ആയോ വരുമ്പോൾ അതിന് നമ്മൾ പറയുക ജെറൻഡ് എന്നാണ്, അല്ലെങ്കിൽ വെർബൽ നൗൺ എന്ന് പറയും. ഈ സെന്റൻസിനകത്ത് ഒറ്റ വെർബേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒറ്റ ക്ലോസേ ഉള്ളൂ. ബി വെയിറ്റഡ് അണ്ടിൽ ദേ കേം. ഇതിൽ എത്ര ക്ലോസ് ഉണ്ട്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് എത്ര ഫൈനൈറ്റ് വേർബ്സ് ഉണ്ട് എന്ന് നോക്കണം. വെയിറ്റഡ് ഒരു ഫൈനൈറ്റ് വെർബാണോ? ആണ്. വെയിറ്റ് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആയിട്ടാണ് നമ്മളിവിടെ വെയിറ്റഡ് യൂസ് ചെയ്തിട്ടുള്ളത്.
ദേ കെയിം എന്നത് ഫൈനൈറ്റ് വെർബാണോ? അതും ഫൈനൈറ്റ് വെർബാണ്. കം എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആയിട്ടാണ് നമ്മളിവിടെ കെയിം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്. വെയിറ്റഡ് ഒരു ഫൈനൈറ്റ് വെർബാണ്, കെയിം ഒരു ഫൈനൈറ്റ് വെർബാണ്. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസിനകത്ത് രണ്ട് ക്ലോസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ക്ലോസസ്? വി വെയിറ്റഡ് ആണ് ഒരു ക്ലോസ്, ദേ കെയിം ആണ് രണ്ടാമത്തെ ക്ലോസ്. നമ്മളിതിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച കൺജങ്ഷൻ ആണ് അണ്ടിൽ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്ലോസ് ഏതാണ്? മെയിൻ ക്ലോസ് വി വെയിറ്റഡ് ആണ്. സബോർഡിനേറ്റ് ക്ലോസോ? അണ്ടിൽ ദേ കെയിം, അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷി വാസ് നോട്ട് കമ്മിങ്. ഇവിടെ എത്ര ക്ലോസ് ഉണ്ട്? നോക്കേണ്ടത് എത്ര ഫൈനൈറ്റ് വെർബ് ഉണ്ട് എന്നതാണ്. ടോൾഡ് ഒരു ഫൈനൈറ്റ് വെർബാണോ? ടെൽ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ടോൾഡ്, അത് ഫൈനൈറ്റ് വെർബാണ്. വാസ് നോട്ട് കമ്മിങ്, അതൊരു ഫൈനൈറ്റ് വെർബാണോ? തീർച്ചയായും ആണ്. ഷീക്ക് പകരം അവിടെ ദേ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുമായിരുന്നത്? വേർ നോട്ട് കമ്മിങ് എന്നാണ് ഉപയോഗിക്കുമായിരുന്നത്. യു ആയിരുന്നെങ്കിലോ? അപ്പോഴും നമ്മൾ വാസിന് പകരം വേർ ആണ് ഉപയോഗിക്കുമായിരുന്നത്. വാസ്, വേർ, ഈസ്, ആം, ആർ ഇതെല്ലാം ഫൈനൈറ്റ് വെർബ്സ് ആണ്. ഹാസ്, ഹാവ്, അതുപോലെ തന്നെ മോഡൽ ഓക്സിലറി വെർബ്സ് എല്ലാം ഫൈനൈറ്റ് വെർബ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ക്ലോസസ് ഉണ്ട്. ഫസ്റ്റ് ക്ലോസ് ഷീ ടോൾഡ് മീ ആണ്. സെക്കൻഡ് ക്ലോസ് ഷി വാസ് നോട്ട് കമ്മിങ്, അവൾ വരുന്നില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഷി വാസ് നോട്ട് കമ്മിങ്, അതാണ് രണ്ടാമത്തെ ക്ലോസ്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാനായി നമ്മൾ ഉപയോഗിച്ച സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഇവിടെ ദാറ്റ്. അപ്പോൾ ഇതിലെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഷീ ടോൾഡ് മീ ആണ്. സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? ദാറ്റ് ഷി വാസ് നോട്ട് കമ്മിങ്. ആ ദാറ്റിനെ റിമൂവ് ചെയ്താൽ രണ്ട് ക്ലോസും ഇൻഡിപെൻഡന്റ് ആവട്ടോ. ഷീ ടോൾഡ് മീ എന്ന ക്ലോസിന്റെ മീനിങ്ങും കംപ്ലീറ്റ് ആണ്. ഷി വാസ് നോട്ട് കമ്മിങ് എന്ന ക്ലോസിന്റെ മീനിങ്ങും കംപ്ലീറ്റ് ആണ്. ആ ദാറ്റ് എന്ന കൺജങ്ഷൻ ആ രണ്ടാമത്തെ ക്ലോസിന്റെ കൂടെ വരുമ്പോഴാണ് അത് ഡിപെൻഡന്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ആയി മാറുന്നത്. വി ആർ വെയിറ്റിംഗ് ഫോർ ദം ടു അറൈവ്. ഇവിടെ എത്ര ക്ലോസ് ഉണ്ട്? എത്ര വെർബ് ഉണ്ട്? എത്ര ഫൈനൈറ്റ് വെർബ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ആർ വെയിറ്റിംഗ്, അത് ഫൈനൈറ്റ് ആണോ? തീർച്ചയായും ആണ്. സബ്ജക്റ്റ് ഐ ആയിരുന്നെങ്കിൽ പറയുമായിരുന്നത് എന്താണ്? ഐ ആം വെയിറ്റിംഗ് എന്നാണ് പറയുമായിരുന്നത്. ആറിന് പകരം നമ്മളവിടെ ആം ഉപയോഗിക്കുമായിരുന്നു. സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിലോ അപ്പോൾ നമ്മൾ പറയുമായിരുന്നത് എന്താണ്? വി വേർ വെയിറ്റിംഗ് എന്നാണ്, അല്ലെങ്കിൽ ഐ വാസ് വെയിറ്റിംഗ് എന്നാണ്. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചും ടെൻസ് മാറുന്നതിനനുസരിച്ചും രൂപം മാറുന്ന വെർബ്സ് ആണ് ഫൈനൈറ്റ് വെർബ്സ്. ഒരു സെന്റൻസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഫൈനൈറ്റ് വെർബാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ ഒരു വെർബ് കൂടി കാണുന്നുണ്ട്, ടു അറൈവ്. അത് ഫൈനൈറ്റ് ആണോ നോൺ ഫൈനൈറ്റ് ആണോ? അതൊരു ടു ഇൻഫിനിറ്റീവ് ആണ്. സബ്ജക്റ്റിന് എന്ത് സംഭവിച്ചാലും വെർബിന് എന്ത് സംഭവിച്ചാലും ആ ടു അറൈവിന് ഒരു മാറ്റവും വരില്ല. ദേ ആർ വെയിറ്റിംഗ് ഫോർ us ടു അറൈവ് എന്ന് നമുക്ക് പറയാം. ഷി വാസ് വെയിറ്റിംഗ് ഫോർ മീ ടു അറൈവ് എന്ന് നമുക്ക് പറയാം. എന്ത് തന്നെ പറഞ്ഞാലും ആർ വെയിറ്റിംഗ് എന്ന വെർബിന്റെ രൂപം മാറുന്നുണ്ട് എന്നതല്ലാതെ ടു അറൈവ് എന്ന ടു ഇൻഫിനിറ്റീവിന് ഒരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടു ഇൻഫിനിറ്റീവ്സ് എല്ലായ്പ്പോഴും നോൺ ഫൈനൈറ്റ് വെർബ്സ് ആണ്. ഈ സെന്റൻസിനകത്ത് ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ക്ലോസേ ഉള്ളൂ. ആ ഫൈനൈറ്റ് വെർബ് ആർ വെയിറ്റിംഗ് ആണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദം ടു അറൈവ്. ടു ഇൻഫിനിറ്റീവ്സോ ING ഫോംസോ ഒന്നും കണ്ട് അത് ഫൈനൈറ്റ് വെർബാണെന്ന് തെറ്റിദ്ധരിച്ച് ആ സെന്റൻസിനകത്ത് കൂടുതൽ ക്ലോസസ് ഉണ്ട് എന്ന് കരുതരുത്. നോട്ട് നോയിങ് വാട്ട് ടു ഡു, ഐ വെന്റ് ടു ബെഡ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങാൻ പോയി. ഇതിൽ എത്ര ക്ലോസ് ഉണ്ട്? നമുക്കിതിനകത്ത് ഒരുപാട് വെർബ്സിനെ കാണാൻ കഴിയും. നോയിങ് ഒരു വെർബാണ്, ടു ഡു ഒരു വെർബാണ്, വെന്റ് അതൊരു വെർബാണ്. ഇതിൽ ഫൈനൈറ്റ് വെർബ്സ് ഏതൊക്കെയാണ്? നോയിങ് ഒരു ING ഫോം ആണ്. ING ഫോമിന് മുന്നിൽ ഈസ്, ആം, ആർ ഏതെങ്കിലും ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് ഫൈനൈറ്റ് ആവുന്നത്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോയിങ് ഒരു നോൺ ഫൈനൈറ്റ് ആണ്. ടു ഡു ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്, അതും ഒരു നോൺ ഫൈനൈറ്റ് വെർബാണ്. വെന്റോ ഗോ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് വെന്റ്, അതാണ് ഇവിടുത്തെ ഫൈനൈറ്റ് വെർബ്. അപ്പോൾ സെന്റൻസ് ഇത്തിരി ലെങ്തി ആണെങ്കിൽ കൂടി ഇതിനകത്ത് ഒറ്റ ക്ലോസേ ഉള്ളൂ, ഐ വെന്റ് ടു ബെഡ്, അതാണ് ഇതിലെ ക്ലോസ്. വാട്ട് ഷീ സെഡ് സർപ്രൈസ്ഡ് മീ. ഇവിടെയോ ഇതിൽ എത്ര ക്ലോസ് ഉണ്ട്? ഇതിനകത്ത് എത്ര വേർബ്സ് ഉണ്ട്? സെഡ് അതൊരു വെർബാണ്, ഫൈനൈറ്റ് വെർബാണ്. സേ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് സെഡ്. സർപ്രൈസ്ഡോ അതും ഫൈനൈറ്റ് വെർബാണ്. സർപ്രൈസ് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് സർപ്രൈസ്ഡ്. അപ്പൊ ഇതിനകത്ത് എത്ര ക്ലോസ് ഉണ്ട്? ഇതിൽ രണ്ട് ക്ലോസ് ഉണ്ട്, പക്ഷെ നമുക്ക് രണ്ട് സബ്ജക്റ്റ് കാണാൻ കഴിയുന്നില്ല അല്ലെ. വാട്ട് ഷീ സെഡ് അതൊരു ക്ലോസ് ആണ്, അവൾ പറഞ്ഞത്, അതാണ് അതിനർത്ഥം. സർപ്രൈസ്ഡ് മീ എന്നെ അത്ഭുതപ്പെടുത്തി. എന്താ എന്നെ അത്ഭുതപ്പെടുത്തിയത്? വാട്ട് ഷീ സെഡ് അവൾ പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇവിടെ ആക്ച്വലി വാട്ട് ഷീ സെഡ് എന്ന ആ ഒരു ക്ലോസ് ആണ് രണ്ടാമത്തെ ക്ലോസിന്റെ, സർപ്രൈസ്ഡ് മീ എന്ന് പറയുന്ന ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയി വരുന്ന ലെസൺസിൽ പഠിക്കാം. ഇങ്ങനെ ഒരു ക്ലോസ് മറ്റൊരു വെർബിന്റെ സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ആ ക്ലോസിന് നൗൺ ക്ലോസ് എന്ന് പറയും. ഇവിടെ നൗൺ ക്ലോസ് ആണ് വാട്ട് ഷീ സെഡ് എന്നത്. നൗൺ ക്ലോസും അഡ്ജക്റ്റീവ് ക്ലോസും അഡ്വർബ് ക്ലോസും എല്ലാം സബോർഡിനേറ്റ് ക്ലോസസ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് ഇതാണ്, വാട്ട് ഷീ സെഡ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. സർപ്രൈസ്ഡ് മീ അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അതിന് സബ്ജക്റ്റ് ആയിട്ടാണ്
ആണ് വാട്ട് ഷീ സെഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായി ടെൻസസ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു സെന്റൻസിനകത്ത് മെയിൻ ക്ലോസിൽ വന്നിട്ടുള്ള വെർബിന്റെ ടെൻസ് ഏതോ അതിനനുസരിച്ചിരിക്കും സബോർഡിനേറ്റ് ക്ലോസസിൽ വരുന്ന ടെൻസസ്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസസിൽ പാസ്റ്റ് ടെൻസ് തന്നെ വേണം. അതിനർത്ഥം മെയിൻ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിലും സിമ്പിൾ പാസ്റ്റ് വേണമെന്നല്ല. അത് സിമ്പിൾ പാസ്റ്റ് ആവാം, പാസ്റ്റ് കണ്ടിന്യൂസ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവാം. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഒരു പാസ്റ്റ് ടെൻസ് വേണമെന്നേ ഉള്ളൂ. അത് ഏത് പാസ്റ്റ് ടെൻസ് എന്നല്ല, അത് മീനിങ്ങിനനുസരിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയ ഒരു പാസ്റ്റ് ടെൻസ് നമ്മൾ ചൂസ് ചെയ്യാം. പക്ഷേ മെയിൻ ക്ലോസിൽ പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് ടെൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ടെൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടെൻസ് യൂസ് ചെയ്യാം എന്നുള്ളതല്ല, മീനിങ്ങിനനുസരിച്ച് അവിടെ അപ്രോപ്രിയേറ്റ് ആയി ഏത് ടെൻസും നമുക്ക് യൂസ് ചെയ്യാം. അത് പ്രസന്റ് ടെൻസ് ആയാലും കുഴപ്പമില്ല, പാസ്റ്റ് ടെൻസ് ആയാലും കുഴപ്പമില്ല, ഫ്യൂച്ചർ ടെൻസ് ആയാലും കുഴപ്പമില്ല. ഇനി വരാൻ പോകുന്ന എക്സാമ്പിൾസ് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനി കറക്റ്റായി ടെൻസ് ഉപയോഗിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. നീ കളിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ ജോലി ചെയ്യുകയായിരുന്നു പാസ്റ്റില് ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയി നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ ജോലി ചെയ്യുകയായിരുന്നു, ഐ വാസ് വർക്കിംഗ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് വാസ് പ്ലസ് ING അല്ലെങ്കിൽ വേർ പ്ലസ് ING ആണ്. സബ്ജക്റ്റ് ഐ ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വാസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഐ വാസ് വർക്കിംഗ്. നീ കളിക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യുമ്പോൾ നീ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്, നീ കളിക്കുകയായിരുന്നു. അതും പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. യു വേർ പ്ലേയിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഐ വാസ് വർക്കിംഗ്, യു വേർ പ്ലേയിങ്. പാസ്റ്റിൽ ഒരേ സമയം കണ്ടിന്യൂസ് ആയി നടന്നു പോയിരുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ക്ലോസിലും യൂസ് ചെയ്തത് ഒരേ ടെൻസ് ആണ്. രണ്ട് ക്ലോസിലും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ നീ കളിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു എന്നല്ലേ പറയേണ്ടത്, കളിക്കുമ്പോൾ. അപ്പോൾ ആ മീനിങ്ങിന് നമുക്കിവിടെ വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെൻ ഉപയോഗിക്കാം. നമുക്കിതിനെ ഇങ്ങനെയാണ് കണക്ട് ചെയ്താൽ കിട്ടുക. ഐ വാസ് വർക്കിംഗ് വൈൽ യു വേർ പ്ലേയിങ്. നീ കളിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഐ വാസ് വർക്കിംഗ് ആണ്. വൈൽ യു വർ പ്ലേയിങ് എന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. നമുക്കിത് ഇങ്ങനെയും പറയാം, യു വർ പ്ലേയിങ് വൈൽ ഐ വാസ് വർക്കിംഗ്. അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. ആ വൈൽ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അത്രയും മനസ്സിലാക്കുക. വൈലിന് ശേഷം ഇതിൽ ഏത് ക്ലോസ് വേണമെങ്കിലും ഇവിടെ വരാം. രണ്ട് ആക്ടിവിറ്റിയും ഒരേ സമയം പാസ്റ്റിൽ നടക്കുന്നുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ ഒരേ സമയം കണ്ടിന്യൂസ് ആയി രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ രണ്ട് ക്ലോസിലും യൂസ് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പണം അയച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഹി സെഡ്. എന്താ അവൻ പറഞ്ഞത്, പണം അയച്ചിട്ടുണ്ട് എന്ന്. അവൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക, ഞാൻ പണം അയച്ചിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞു അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഐ ഹാവ് സെൻഡ് ദ മണി. അതല്ലേ അവൻ പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ പണം അയച്ചിട്ടുണ്ട്. ഇനി നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, പണം അയച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു എന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് ഐ ഹാവ് സെൻഡ് ദ മണി എന്നാണ്. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കും, ഹി ഹാഡ് സെൻഡ് ദ മണി എന്നായി മാറും. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സെൻഡ് ദ മണി. ഇവിടെ മെയിൻ ക്ലോസ് ഹി സെഡ് ആണ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അവൻ പറഞ്ഞത് ഐ ഹാവ് സെൻഡ് ദ മണി എന്നായിരിക്കുമല്ലോ, ഞാൻ പണം അയച്ചിട്ടുണ്ട്. അയച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്, ഹാവ് സെൻഡ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രസന്റ് പെർഫെക്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റും. അതായത് ഒരു ടെൻസ് പുറകിലേക്ക് അത് പോകും. ഇവിടെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായത് കാരണമാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിലും നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹി സെഡ് ദാറ്റ് ഹി ഹാസ് സെൻഡ് ദ മണി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഹാസ് സെൻഡ് എന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായത് കാരണം നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലും ഒരു പാസ്റ്റ് ടെൻസ് തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ് സെൻഡിന് പകരം അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമായ ഹാഡ് സെൻഡ് ഉപയോഗിക്കുന്നത്. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സെൻഡ് ദ മണി. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ചില എക്സെപ്ഷൻസ് ഉണ്ട്, നമുക്ക് വരുന്ന എക്സാമ്പിൾസ് നോക്കാം. അവൻ പറയുന്നത് അവൻ ഫൈൻ അടയ്ക്കുമെന്നാണ്. അവൻ പറയുന്നത്, ഹി സെസ്. എന്താ അവൻ പറയുന്നത്, ഫൈൻ അടയ്ക്കുമെന്ന്. അവൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക അവൻ്റെ ഭാഷയിൽ, ഞാൻ ഫൈൻ അടയ്ക്കും. അതല്ലേ അവൻ പറഞ്ഞിട്ടുണ്ടാവുക, ഐ വിൽ പേ ദ ഫൈൻ. അതാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നമ്മളിതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നത് അവൻ ഫൈൻ അടയ്ക്കുമെന്നാണ് എന്നല്ലേ. അവൻ പറഞ്ഞ അവൻ്റെ ഭാഷയിൽ അവൻ പറഞ്ഞത് ഐ വിൽ പേ ദ ഫൈൻ എന്നാണ്. പക്ഷെ
നമ്മളതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ, നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് അവൻ ഫൈൻ അടയ്ക്കുമെന്നാണ് അവൻ പറഞ്ഞത് എന്നാണ്. അതായത് ആ ഐ എന്ന പ്രൊനൗണിന് പകരം നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് ഹി ആണ്. അവൻ പറയുന്നത് ഹി സെസ്. എന്താ അവൻ പറയുന്നത്? ഹി വിൽ പേ ദ ഫൈൻ. അവൻ അതാണ് പറയുന്നത്. ഹി സെസ് ദാറ്റ് ഹി വിൽ പേ ദ ഫൈൻ. നമ്മളിവിടെ ഉപയോഗിച്ചത് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സെസ് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സബോർഡിനേറ്റ് ക്ലോസിൽ ദാറ്റ് ഹി വിൽ പേ ദ ഫൈൻ എന്ന സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഇങ്ങനെ മെയിൻ ക്ലോസിൽ പ്രസൻറ്റ് ടെൻസ് വരുന്ന സമയത്ത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലെ മീനിങ്ങിനനുസരിച്ച് ഏത് ടെൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് പറയേണ്ടത് ഫൈൻ അടയ്ക്കും എന്ന് അവൻ പറഞ്ഞു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ അടയ്ക്കും, അതിനു വേണ്ടിയാണ് നമ്മളിവിടെ സിമ്പിൾ ഫ്യൂച്ചറായ വിൽ പേ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിൽ പ്രസൻറ്റ് ടെൻസ് വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും മീനിങ്ങിനനുസരിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. അവൻ പറയുന്നത് അവൻ ഫൈൻ അടച്ചിട്ടുണ്ടെന്നാണ്. അവൻ എന്താ പറഞ്ഞത്? ഞാൻ ഫൈൻ അടച്ചിട്ടുണ്ട്, അതാണ് അവൻ പറഞ്ഞത്. ഞാൻ ഫൈൻ അടച്ചിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അടച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അവൻ ഇതാവും പറഞ്ഞിട്ടുണ്ടാവുക, ഐ ഹാവ് പെയ്ഡ് ദ ഫൈൻ. പേ എന്ന വെർബിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമാണ് ഹാവ് പെയ്ഡ്. അവൻ അതാണ് പറഞ്ഞത്. നമുക്ക് പറയേണ്ടത് അവൻ പറയുന്നത് അവൻ ഫൈൻ അടച്ചിട്ടുണ്ട് എന്നാണ്. നമ്മളത് ആക്ച്വലി ഇവിടെ റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവൻ പറയുന്നത് ഹീ സെസ്, ഇത് പ്രസന്റ് ടെൻസിലാണ്. പിന്നെ ഹീ സെസ് ദാറ്റ്, അവൻ പറഞ്ഞത് ഐ ഹാവ് പെയ്ഡ് ദ ഫൈൻ എന്നല്ലേ. നമ്മളതിനെ എന്താക്കി മാറ്റും? ഹീ ഹാസ് പെയ്ഡ് ദ ഫൈൻ എന്നാക്കി മാറ്റും. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, ഹീ സെസ് ദാറ്റ് ഹീ ഹാസ് പെയ്ഡ് ദ ഫൈൻ. ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ പ്രസന്റ് ടെൻസ് വരുമ്പോൾ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ മീനിങ് എന്ത് വേണോ അതിനനുസരിച്ച് നമുക്ക് ടെൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. അവൻ പറയുന്നത് അവൻ ഫൈൻ അടച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഫൈൻ അടച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അവന് പറയേണ്ടത് അല്ലേ. അടച്ചിട്ടുണ്ട് എന്നതിന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. അടച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഐ പെയ്ഡ് ദ ഫൈൻ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഐ ഹാഡ് പെയ്ഡ് ദ ഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവൻ സിമ്പിൾ പാസ്റ്റിലായിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കാം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. രണ്ടായാലും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. ഇനി നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവൻ പറയുന്നത് ഹി സേസ് ദാറ്റ് ഹി ഹാഡ് പെയ്ഡ് ദ ഫൈൻ. ഞാൻ ഫൈൻ അടച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. നമ്മളതിനെ കണക്ട് ചെയ്യുമ്പോൾ ഹി സെസ് ദാറ്റ് ഹി ഹാഡ് പെയ്ഡ് ദ ഫൈൻ. നമ്മളിവിടെ ഉപയോഗിച്ചത് മെയിൻ ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആയിരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്തത്. അവൻ എന്താണോ പറഞ്ഞത്, അവൻ ഉപയോഗിച്ച ആ വെർബ് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളും യൂസ് ചെയ്യുന്നത്. അവൻ പറയുന്നത് അവൻ ഫൈൻ അടയ്ക്കാൻ പോവുകയാണെന്നാണ്. അവൻ എന്താവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അടയ്ക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു പേ ദ ഫൈൻ, അതാണ് അവൻ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. ഐ ആം ഗോയിങ് ടു പേ ദ ഫൈൻ. അവൻ പറയുന്നത് ഹീ സെസ്. നമ്മളത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഹീ സെസ് ദാറ്റ്, പിന്നെ നമ്മൾ ഐ അല്ല യൂസ് ചെയ്യുക. അവൻ അടയ്ക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഹീ ഈസ് ഗോയിങ് ടു പേ ദ ഫൈൻ. ഹീ സെസ് ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു പേ ദ ഫൈൻ. ഐ ആം ഗോയിങ് ടു എന്നത് ഹീ ഈസ് ഗോയിങ് ആയി മാറി, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഐ ആവുമ്പോഴാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ്. ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. ഹീ സെസ് ആണ് മെയിൻ ക്ലോസ്, ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു പേ ദ ഫൈൻ ആണ് സബോർഡിനേറ്റ് ക്ലോസ്. ആ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ സബ്ജക്റ്റ് ആണ് ഹീ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു. ദ ടീച്ചർ സെഡ്. സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. ഭൂമി എന്നും സൂര്യന് ചുറ്റുമാണ് കറങ്ങിയിട്ടുള്ളത്. അത് ടീച്ചർ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് ടീച്ചർ സെറ്റ്, അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അതിൽ നമ്മൾ യൂസ് ചെയ്തത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് സബോർഡിനേറ്റ് ക്ലോസിലും പാസ്റ്റ് ടെൻസ് തന്നെ വേണമെന്ന്. പക്ഷേ ഇങ്ങനെ ജനറൽ ട്രൂത്ത്സ് ആവുന്ന സമയത്ത് നമുക്ക് ആ റൂള് ഫോളോ ചെയ്യണമെന്നില്ല. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നെങ്ങനെയാ പറയാം? ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ, അല്ലെങ്കിൽ ദ എർത്ത് ഗോസ് അറൗണ്ട് ദ സൺ. റൗണ്ട് എന്ന് ഉപയോഗിച്ചാലും മതി. ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ, അതാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നതിന്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നമുക്കിതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത്
വേണമെങ്കിൽ നമുക്ക് മെയിൻ ക്ലോസിൽ ടീച്ചർ സെഡ് എന്നല്ലേ പറയുന്നത്, അത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. നമുക്കിത് ഇങ്ങനെ പറയാം, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് മൂവ്ഡ് അറൌണ്ട് ദ സൺ. നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് സബോർഡിനേറ്റ് ക്ലോസിലും യൂസ് ചെയ്തത്. മെയിൻ ക്ലോസ് ദ ടീച്ചർ സെഡ് ആണ്, ദാറ്റ് ദ എർത്ത് മൂവ്ഡ് അറൌണ്ട് ദ സൺ ആണ് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ്. അതിൽ നമ്മൾ ഉപയോഗിച്ചത് മൂവ്ഡ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ് നമ്മളിവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. പക്ഷേ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയത് കാരണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കിത് ഇങ്ങനെയും പറയാം, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ. മൂഡിന് പകരം നമുക്ക് മൂവ്സ് ഉപയോഗിക്കാം. കാരണം ഇത് ടീച്ചർ പറയുന്നതിന് മുമ്പും ഇനി ടീച്ചർ പറഞ്ഞതിന് ശേഷവും എല്ലാം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങും എന്നത് യൂണിവേഴ്സലി ട്രൂ ആയൊരു കാര്യമാണ്. ഇങ്ങനെ യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് മൂഡ് എന്ന് പറയാം, അല്ലെങ്കിൽ മൂവ്സ് എന്ന് പറയാം. അവൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഷീ സെഡ്. അവൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് ക്യാൻസർ ഉണ്ട് എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടാവുക. ഐ ഹാവ് ക്യാൻസർ, അതാണ് അവൾ പറഞ്ഞത്. നമ്മളിതിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? ഷീ സെഡ്. അത് പാസ്റ്റ് ടെൻസിലാണ്, മെയിൻ ക്ലോസ് ആണ് ഷീ സെഡ് എന്നത്. പിന്നെ നമ്മൾ ദാറ്റ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അവൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദാറ്റ് എന്ന കണക്ടർ ഉപയോഗിക്കുന്നത്. ഷീ സെഡ് ദാറ്റ്. അവൾക്കുണ്ട് എന്നല്ലേ പറയുന്നത്. അവൾ പറഞ്ഞിട്ടുണ്ടാവുക എനിക്കുണ്ട് എന്നാണ്. നമ്മളത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവൾക്കുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ക്യാൻസർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഷീ ഹാസ് ക്യാൻസർ എന്ന് പറയാം. ഇവിടെ ഹാഡ് ക്യാൻസർ എന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. നമ്മൾ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിത് സംസാരിക്കുന്ന സമയത്തും അവൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ, അവൾ പറയുന്ന സമയത്തുണ്ടെങ്കിൽ എന്നെല്ലാം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അവൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന കാര്യം ട്രൂ ആണെങ്കിൽ നമുക്കിവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഷീ സെഡ് ദാറ്റ് ഷീ ഹാസ് ക്യാൻസർ അങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ക്യാൻസർ ഇല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് ഹാഡ് ക്യാൻസർ എന്ന് തന്നെയാണ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാസ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾക്ക് ഇപ്പോഴും ക്യാൻസർ ഉണ്ട് എന്നാണ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അവൾക്ക് പാസ്റ്റിൽ ക്യാൻസർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല എന്നൊരു മീനിങ് ആണ് വരുന്നത്. അവൻ പറയുന്നത് അവന് സുഖമില്ല എന്നാണ്. അവൻ എന്താവും പറഞ്ഞിട്ടുണ്ടായിരിക്കാം? ഐ ആം ഇൽ, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഐ ആം ഇൽ, എനിക്ക് സുഖമില്ല, അതാണ് അവൻ പറഞ്ഞത്. അവൻ പറയുന്നത് ഹീ സെസ്. നമ്മളതിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഐ എന്നതിന് പകരം നമ്മൾ ഹീ തന്നെ ഉപയോഗിക്കും. ഹീ സെസ് ദാറ്റ് ഹീ ഈസ് ഇൽ. ഐ ആം ഇൽ എന്നതാണ് അവൻ പറഞ്ഞത്. നമ്മളത് കമ്പൈൻ ചെയ്യുമ്പോൾ ഹീ ഈസ് ഇൽ എന്നായി മാറി. സബ്ജക്റ്റ് ഹീ ആയതുകൊണ്ടാണ് നമ്മൾ ആം എന്ന ഓക്സിലറി വെർബിന് പകരം ഈസ് ഉപയോഗിക്കുന്നത്. ഹീ സെസ് ദാറ്റ് ഹീ ഈസ് ഇൽ. ഇവിടെ സെസ് എന്നത് പ്രസന്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസ് ഇവിടെ പ്രസന്റ് ടെൻസിലായത് കാരണം സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് മീനിങ്ങിനനുസരിച്ച് ഏത് ടെൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. അവൻ പറയുന്നത് അവന് സുഖമില്ലായിരുന്നു എന്നാണ്. അവൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? സുഖം ഇല്ലായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. സുഖം ഇല്ല എന്നല്ല പറഞ്ഞത്, ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ എന്താവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഐ വാസ് ഇൽ, അതല്ലേ അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ഹീ സെസ് ദാറ്റ് ഹീ വാസ് ഇൽ. അവൻ പറയുന്നത് അവന് സുഖമില്ലായിരുന്നു എന്നാണ്. ഹീ വാസ് ഇൽ. അവന് സുഖമില്ലെന്ന് അവൻ പറയും. അവൻ പറയും. ഹീ വിൽ സേ. അതാണ് അവൻ പറയുമെന്ന്. അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അവൻ എന്താ പറയുക? അവന് സുഖമില്ല എന്ന്. ഐ ആം ഇൽ, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, അതാണ് അവൻ പറയുക. നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെയാണ് കിട്ടുക? ഹീ വിൽ സേ ദാറ്റ് ഹീ ഈസ് ഇൽ. ഹി വിൽ സേ എന്നത് മെയിൻ ക്ലോസ് ആണ്. അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അത് കാരണം നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് ടെൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് മീനിങ് ആണോ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ടെൻസ് യൂസ് ചെയ്യാം. അപ്പോൾ അവൻ പറയുന്നത് അവന് സുഖമില്ല എന്നാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണത്. അതുകൊണ്ട് തന്നെ ആ ടെൻസ് തന്നെയാണ് നമ്മളിതിനെ കമ്പൈൻ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നത്. ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് ഇൽ. അവന് സുഖമില്ല എന്ന് അവൻ പറയും. അവൻ ജയിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അവനറിയും. ഹി നോസ്. അവനറിയാമായിരുന്നു. ഹി ന്യൂ. നോ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹി ന്യൂ, അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അവൻ ജയിക്കും. അവൻ എന്താ അറിയുമായിരുന്നത്? അവൻ ജയിക്കും. ഹി വിൽ വിൻ, അതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഹി ന്യൂ, ഹി വിൽ വിൻ. അവൻ ജയിക്കും എന്ന് പറയുമ്പോൾ ഹി വിൽ വിൻ. നമ്മളിതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ഹി ന്യൂ ദാറ്റ് ഹി വുഡ് വിൻ.
വില്ലിന് പകരം നമ്മളിവിടെ ഉപയോഗിച്ചത് വുഡ് ആണ് ശ്രദ്ധിക്കുക. കാരണം മെയിൻ ക്ലോസ് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ നോർമലി നമ്മൾ പാസ്റ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യണം. വിൽ എന്ന ഓക്സിലറി വെർബിന്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. ക്യാൻ എന്ന ഓക്സിലറിയുടെ പാസ്റ്റ് ഫോമാണ് കുഡ്. അതുപോലെ തന്നെ ഷോളിന്റെ ഷുഡ്, മേഡ് മൈറ്റ്. അപ്പോൾ ഇങ്ങനെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് സബോർഡിനേറ്റ് ക്ലോസിൽ പിന്നെ ക്യാൻ, വിൽ, മേ അതൊന്നും യൂസ് ചെയ്യരുത്. അതിന് പകരം യൂസ് ചെയ്യേണ്ടത് കുഡ്, വുഡ്, മൈറ്റ് ഇതെല്ലാമാണ്. ഹി ന്യൂ ദാറ്റ് ഹി വുഡ് വിൻ. അവൻ ജയിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഹി ന്യൂ ദാറ്റ് ഹി വിൽ വിൻ എന്നല്ല പറയേണ്ടത്, ഹി വുഡ് വിൻ. അങ്ങനെ തന്നെ വേണം പറയാൻ. അവൻ നിൽക്കാൻ പോലും കഴിയാത്ത അത്ര ക്ഷീണിതനായിരുന്നു. ഹി വാസ് ടയേർഡ്. അവന് നിൽക്കാൻ കഴിഞ്ഞില്ല. അതെങ്ങനെയാ പറയുന്നത്? ഹി കുഡിൻറ്റ് സ്റ്റാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഹി കുഡ് ബെയർലി സ്റ്റാൻഡ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ രണ്ട് ക്ലോസസ് ഇതാണ്. ഹി വാസ് ടയേർഡ്, ഹി കുഡ് ബെയർലി സ്റ്റാൻഡ്. ഇവിടെ നമ്മൾ ഒരു കോസും ഇഫക്റ്റുമാണ്. അവന് നിൽക്കാൻ കഴിയാത്തതിൻ്റെ കാരണമല്ലേ അവന് ക്ഷീണം ഉണ്ടായിരുന്നു എന്നത്. ക്ഷീണമാണ് ഇവിടുത്തെ കോസ്, അതിൻ്റെ ഇഫക്റ്റാണ് നിൽക്കാൻ കഴിയുന്നില്ല എന്നത്. ഇങ്ങനെ കോസും ഇഫക്റ്റും സൂചിപ്പിക്കുന്ന രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് സോ ദാറ്റ്. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഹി വാസ് സോ വീക്ക്, അല്ലെങ്കിൽ ഹി വാസ് സോ ടയേർഡ്. അവൻ ക്ഷീണിതനായിരുന്നു എന്നതിന് നമുക്ക് വീക്ക് എന്നോ ടയേർഡ് എന്നോ പറയാം. ഹി വാസ് സോ വീക്ക് ദാറ്റ് ഹി കുഡ് ബെയർലി സ്റ്റാൻഡ്. നമ്മുടെ ക്ലോസസ് ഇതാണ്. ഹി വാസ് വീക്ക് അല്ലെങ്കിൽ ഹി വാസ് ടയേർഡ്. ഹി കുഡ് ബെയർലി സ്റ്റാൻഡ് അല്ലെങ്കിൽ ഹി കുഡ് നോട്ട് സ്റ്റാൻഡ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഇനി നമ്മളിതിനെ സോയും ദാറ്റും ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാണ്. ഹി വാസ് സോ വീക്ക് ദാറ്റ് ഹി കുഡ് ബെയർലി സ്റ്റാൻഡ്. ഹി വാസ് സോ ടയേർഡ് ദാറ്റ് ഹി കുഡ് ബെയർലി വോക്ക് അല്ലെങ്കിൽ ഹി കുഡ് ബെയർലി സ്റ്റാൻഡ്. അവന് അത്ര ക്ഷീണം ഉണ്ടായിരുന്നു, അവന് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇവിടെ സോ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ രണ്ട് ക്ലോസസിനെ കമ്പൈൻ ചെയ്തത്. മെയിൻ ക്ലോസ് ഹി വാസ് സോ വീക്ക് ആണ്. ദാറ്റ് ഹി കുഡ് ബെയർലി സ്റ്റാൻഡ് എന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത് കാരണം നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളതും പാസ്റ്റ് ടെൻസ് തന്നെയാണ്. കുഡ് എന്നത് ക്യാൻ എന്ന മോഡൽ ഓക്സിലറിയുടെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോർമലി സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് തന്നെ വേണം. അവൻ്റെ ഇംഗ്ലീഷ് മോശമായിരുന്നത് കൊണ്ട് അവൻ പരാജയപ്പെട്ടു. ഹി ഫെയിൽഡ്. അതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതായിരുന്നില്ല. അവൻ്റെ ഇംഗ്ലീഷ് നല്ലതായിരുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഹിസ് ഇംഗ്ലീഷ് വാസ് നോട്ട് ഗുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഹി വാസ് വീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാം. ഇവിടെ അവൻ ഇംഗ്ലീഷിൽ വീക്ക് ആയിരുന്നു എന്നത് ഇപ്പോഴും ട്രൂ ആണെങ്കിൽ, അതായത് അവൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണമെന്നില്ല. നമുക്കിതിങ്ങനെ പറയാം. ഹി ഫെയിൽഡ് ബിക്കോസ് ഹിസ് ഇംഗ്ലീഷ് വാസ് നോട്ട് ഗുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഹിസ് ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഹി ഫെയിൽഡ് ബിക്കോസ് ഹി ഈസ് വീക്ക് ഇൻ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷിൽ വീക്ക് ആയതുകൊണ്ട് അവൻ പരാജയപ്പെട്ടു. ഹി വാസ് വീക്ക് എന്ന് നമുക്ക് പറയാവുന്നതാണ്, പക്ഷെ നിർബന്ധമില്ല. ഇപ്പോഴും അവൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മൾ നേരത്തെ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും ഇപ്പോഴും ആ സിറ്റുവേഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ആക്ച്വലി പ്രസന്റ് ടെൻസ് ആണ് അവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ്. കാരണം ഇപ്പോഴും ക്യാൻസർ ഉണ്ടെങ്കിൽ പിന്നെ ഷീ ഹാഡ് ക്യാൻസർ എന്നല്ല പറയേണ്ടത്, ഷീ ഹാസ് ക്യാൻസർ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെയും ഇപ്പോഴും അവൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, അവൻ ഇപ്പോഴും ഇംഗ്ലീഷിൽ വീക്ക് ആണെങ്കിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ്. പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ തെറ്റല്ല. ഹി ഫെയിൽഡ് ബിക്കോസ് ഹിസ് ഇംഗ്ലീഷ് വാസ് ബാഡ്, അല്ലെങ്കിൽ ഹിസ് ഇംഗ്ലീഷ് വാസ് നോട്ട് ഗുഡ് ഇനഫ്, അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഹി ഫെയിൽഡ് ബിക്കോസ് ഹിസ് ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ ഹി ഈസ് വീക്ക് ഇൻ ഇംഗ്ലീഷ്. പ്രസന്റ് ടെൻസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ആ സിറ്റുവേഷൻ ട്രൂ ആണെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ് കൂടുതൽ നല്ലത്. അവൾക്ക് സുഖമില്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ്, അവൾ പറഞ്ഞു. എന്താ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എനിക്ക് സുഖമില്ലായിരുന്നു. എനിക്ക് സുഖമില്ല എന്നാണ് അവൾ പറയുന്നതെങ്കിൽ അവൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം ഇൽ, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. സുഖമില്ലായിരുന്നു എന്നാണ് അവൾ പറഞ്ഞതെങ്കിലോ, അപ്പോൾ അവൾ ഇതാവും പറഞ്ഞിട്ടുണ്ടാവുക ഐ വാസ് ഇൽ. അതാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഐ ആം ഇൽ എന്ന് അവൾ പറയുമ്പോൾ അവൾക്ക് സുഖമില്ല എന്നർത്ഥം. അവൾക്ക് സുഖമില്ലായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ അവൾ പറഞ്ഞിട്ടുണ്ടാവുക ഐ വാസ് ഇൽ എന്നാണ്. നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ഇൽ. അവൾ പറഞ്ഞത് ഐ വാസ് ഇൽ എന്നാണ്. നമ്മളതിനെ കമ്പൈൻ ചെയ്ത സമയത്ത്, കണക്ട് ചെയ്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ചത് വാസിന് പകരം ഹാഡ് ബീൻ ആണ്. ഷീ ടോൾഡ് മീ, അല്ലെങ്കിൽ ഷീ സെഡ്. ഷീ സെഡ് എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു എന്ന് മാത്രമാണ് അർത്ഥം. ഷീ ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞു എന്നർത്ഥം.
ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് ബീൻ ഇൽ. വാസിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബീൻ. അവൾ പറഞ്ഞിട്ടുണ്ടാവുക ഐ വാസ് ഇൽ എന്നാണ്. നമ്മളതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ പാസ്റ്റ് സിമ്പിളിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് ബീൻ ഇൽ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിന് അർത്ഥം അവൾ പറയുന്ന സമയത്ത് അവൾക്ക് സുഖമില്ല, അവൾക്ക് അസുഖമുണ്ട് എന്നല്ല. അവൾ പറയുന്ന സമയത്ത് അവൾക്ക് അസുഖമില്ല, അതിന് മുമ്പ് എപ്പോഴോ അസുഖം ഉണ്ടായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. അവൾ പറഞ്ഞത് എനിക്ക് സുഖമില്ലായിരുന്നു എന്നാണ്. പറയുന്ന സമയത്ത് സുഖമില്ല എന്നല്ല. പറയുന്ന സമയത്ത് സുഖമില്ല എന്നാണ് നമുക്ക് പറയേണ്ടിയിരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഇവിടെ ഹാഡ് ബീന് പകരം വാസാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടാവുക ഐ ആം ഇൽ എന്നല്ലേ, എനിക്ക് സുഖമില്ല എന്നല്ലേ. അപ്പോൾ നമ്മൾ ആ ഐ ആം ഇല്ലിനെ നമ്മൾ അതിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഐ ആം ഇൽ, അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി ഐ വാസ് ഇൽ അല്ലെങ്കിൽ ഷീ വാസ് ഇൽ എന്നാക്കി മാറ്റും. അവൾ പറഞ്ഞത് ഐ വാസ് ഇൽ എന്നായിരിക്കും, എനിക്ക് സുഖമില്ലായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഐ വാസ് ഇൽ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്യുമ്പോൾ അതിനെ ഒരു സ്റ്റെപ്പ് കൂടി പിറകിലേക്ക് കൊണ്ടുപോയി സിമ്പിൾ പാസ്റ്റിന് പകരം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് ബീൻ ഇൽ. അതിനർത്ഥം സംസാരിക്കുമ്പോൾ അവൾക്ക് സുഖമില്ല എന്നല്ല, അതിന് മുമ്പ് എപ്പോഴോ സുഖമില്ലായിരുന്നു എന്നാണ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഇൽ. അതിനർത്ഥം എന്താ? സംസാരിക്കുമ്പോൾ അവൾക്ക് സുഖമില്ലായിരുന്നു എന്നാണ്. ഞാൻ പഠിക്കുന്നു കാരണം പഠിച്ചാൽ ഞാൻ ജയിക്കും. ഞാൻ പഠിക്കുന്നു ഐ സ്റ്റഡി. പഠിച്ചാൽ ഞാൻ ജയിക്കും, അത്രയാണ് നമുക്ക് പറയേണ്ടത്. പഠിക്കാനുള്ള കാരണമായിട്ട് പറയുന്നതാണ് ജയിക്കും, അതാണ് അതിനുള്ള കാരണം. നമ്മൾ ഇത്ര ഐഡിയാസ് കമ്പൈൻ ചെയ്യാൻ ഇംഗ്ലീഷിൽ നമുക്ക് ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ഇത് നേരത്തെ നമ്മൾ ഉപയോഗിച്ച സോ ദാറ്റ് പോലെയല്ല കേട്ടോ. ഇതിൽ നേരത്തെ നമ്മൾ സോ വീക്ക് ദാറ്റ് അങ്ങനെയാണ് പറഞ്ഞത്. ആ സോയും ദാറ്റും ഒരുമിച്ചല്ല നമ്മൾ കഴിഞ്ഞൊരു എക്സാമ്പിളിൽ യൂസ് ചെയ്തത്. ഇങ്ങനെ സോയും ദാറ്റും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൺജങ്ഷനുണ്ട്, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പറയുന്നത് ഐ സ്റ്റഡി സോ ദാറ്റ് ഐ മേ പാസ് അല്ലെങ്കിൽ ഐ വിൽ പാസ്. ഐ സ്റ്റഡി സോ ദാറ്റ് ഐ മേ പാസ് അല്ലെങ്കിൽ ഐ സ്റ്റഡി ദാറ്റ് ഐ മേ പാസ്. സോ ദാറ്റിന് പകരം നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിങ്ങനെ ദാറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോ ദാറ്റ് ഉപയോഗിച്ച് ഇത്തരം ഐഡിയാസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ മേ, ക്യാൻ, വിൽ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി യൂസ് ചെയ്യും. ഐ സ്റ്റഡി ദാറ്റ് ഐ പാസ് എന്നല്ല പറയുന്നത്, ഐ സ്റ്റഡി ദാറ്റ് ഐ മേ പാസ് അല്ലെങ്കിൽ ഐ വിൽ പാസ് അങ്ങനെയാണ് പറയാം. ഇനി മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ നമ്മളിവിടെ ദാറ്റ് ക്ലോസിൽ അല്ലെങ്കിൽ സോ ദാറ്റിന് ശേഷം വരുന്ന ക്ലോസിൽ നമ്മൾ മൈറ്റ്, കുഡ്, വുഡ് അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ഐ സ്റ്റഡി സോ ദാറ്റ് ഐ മേ പാസ് അല്ലെങ്കിൽ ഐ വിൽ പാസ്. മേക്ക് പകരം നമുക്ക് വില്ലും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മെയിൻ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ദാറ്റ് അല്ലെങ്കിൽ സോ ദാറ്റ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ മേയോ, ക്യാനോ, വില്ലോ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യും. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കാം മൈറ്റോ, കുഡോ ആണ്. ഞാൻ പഠിക്കും കാരണം പഠിച്ചാൽ ഞാൻ ജയിക്കും. ഐ വിൽ സ്റ്റഡി സോ ദാറ്റ് ഐ മേ പാസ്. മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ടെൻസിലാവുമ്പോഴും നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ മേയോ, ക്യാനോ, വില്ലോ എല്ലാം യൂസ് ചെയ്യും. ഐ വിൽ സ്റ്റഡി സോ ദാറ്റ് ഐ മേ പാസ് അല്ലെങ്കിൽ ഐ വിൽ സ്റ്റഡി ദാറ്റ് ഐ മേ പാസ്. ഞാൻ പഠിച്ചു ഐ സ്റ്റഡീഡ്. ഇത് പാസ്റ്റ് ടെൻസിലാണ്, കാരണം പഠിച്ചാൽ ഞാൻ ജയിക്കുമായിരുന്നു. ഇനി നമ്മൾ ഇത് മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായത് കാരണം നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഇവിടെ യൂസ് ചെയ്യുക മൈറ്റോ, കുഡോ, വുഡോ അങ്ങനെ എന്തെങ്കിലും ഒന്നാണ്. ഐ സ്റ്റഡീഡ് സോ ദാറ്റ് ഐ മൈറ്റ് പാസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഐ സ്റ്റഡി സോ ദാറ്റ് ഐ മേ പാസ് എന്നാണ്. ഇവിടെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലേക്ക് പോയപ്പോൾ നമ്മൾ പറയുന്നത് ഐ സ്റ്റഡീഡ് സോ ദാറ്റ് ഐ മൈറ്റ് പാസ് എന്നാണ്. നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കും. ഞാൻ കാത്തു നിൽക്കും ഐ വിൽ വെയിറ്റ്. അതാണ് ഒരു ക്ലോസ്. നീ തിരിച്ചു വരും, രണ്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. ഞാൻ കാത്തു നിൽക്കും എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കാത്തു നിൽക്കും എന്നാണ്. വന്നിട്ടില്ല, ആള് തിരിച്ചു വന്നിട്ടില്ല. വരാൻ പോകുന്നതും ഫ്യൂച്ചറിൽ തന്നെയാണ്. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്നതാണ്. ഐ വിൽ വെയിറ്റ്, യു വിൽ കം അല്ലെങ്കിൽ യു വിൽ റിട്ടേൺ. നീ തിരിച്ചു വരും. ഇവിടെ രണ്ട് കാര്യങ്ങളും ഫ്യൂച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ രണ്ട് ക്ലോസസും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും, സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇത് പൊതുവെ വെൻ ഉപയോഗിച്ച്, അണ്ടിൽ ഉപയോഗിച്ച് ഒക്കെ കണക്ട് ചെയ്യുന്ന ക്ലോസസിലാണ് ഇങ്ങനെ ഫ്യൂച്ചറിന് പകരം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ പറയാം, ഐ വിൽ വെയിറ്റ് അണ്ടിൽ യു റിട്ടേൺ.
അണ്ടിൽ യു വിൽ റിട്ടേൺ എന്നല്ല പറയുന്നത്, അണ്ടിൽ യു റിട്ടേൺ എന്നാണ്. ടിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അണ്ടിൽ ഉപയോഗിക്കാം. ടിൽ കുറച്ചുകൂടി ഇൻഫോർമൽ ആണ്. ഐ വിൽ വെയിറ്റ് അൺടിൽ യു റിട്ടേൺ. അണ്ടിൽ യു വിൽ റിട്ടേൺ എന്ന് പറയരുത്. ഇങ്ങനെ അണ്ടിൽ ഉപയോഗിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസിൽ രണ്ട് ക്ലോസും, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഫ്യൂച്ചറിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ മാത്രമേ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുള്ളൂ. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അവൻ വരുമ്പോൾ ഞാൻ നിന്നോട് പറയും. ഞാൻ നിന്നോട് പറയും. ഐ വിൽ ടെൽ യു. അവൻ വരുമ്പോൾ, അവൻ വരും. ഇതും രണ്ട് കാര്യങ്ങളും ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ്. അവൻ വരും, ഹി വിൽ കം. അവൻ വരുമ്പോൾ, വെൻ ഹി വിൽ കം, അല്ലെ? ഐ വിൽ ടെൽ യു വെൻ ഹി വിൽ കം. ഇങ്ങനെ രണ്ട് ക്ലോസിലും നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറ്റില്ല. നമ്മൾ വെൻ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസിൽ പിന്നെ യൂസ് ചെയ്യുക പ്രസന്റ് ടെൻസ് ആണ്. ഐ വിൽ ടെൽ യു വെൻ ഹി കംസ്. വെൻ ഹി വിൽ കം എന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഹി കംസ്. വിൽ കം എന്ന സിമ്പിൾ ഫ്യൂച്ചറിലുള്ള വെർബിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് കംസ് എന്ന പ്രസന്റ് സിമ്പിൾ ടെൻസിലുള്ള വെർബാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസ് വരുന്ന സമയത്ത് സബോർഡിനേറ്റ് ക്ലോസിൽ പ്രത്യേകിച്ചും വെൻ, അണ്ടിൽ ഇതെല്ലാം ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ അല്ല. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റ് വീഡിയോസ് കാണാം. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ perfectyourEnglish.com എന്ന വെബ്സൈറ്റിൽ ധാരാളം ഗ്രാമർ വർക്ക്ഷീറ്റ്സ് ഉണ്ട്. ഈ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് അല്ല, ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.